രണ്ട് ശമൂവേലിന്റെ പുസ്തകം അധ്യായം 8. പിന്നീട് ദാവീദ് ഫെലിസ്ത്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഫെലിസ്ത്യരുടെ കയ്യിൽനിന്ന് മെദക് അമ്മാഹ് പിടിച്ചെടുത്തു. അവൻ മോവാബ്യരെയും തോല്പിച്ചു. തടവുകാരെ മൂന്നായി വിഭാഗിച്ചു. മൂന്നിൽ രണ്ട് ഭാഗത്തെ കൊല്ലുവാനും മൂന്നിലൊരു ഭാഗത്തെ ജീവിക്കുവാനും അനുവദിച്ചു. അങ്ങനെ മോവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തുവന്നു. രഹോബിന്റെ മകനായി സോബാരാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് നദീതീരത്തുള്ള തന്റെ ഭൂപ്രദേശം തിരിച്ചുപിടിക്കുവാൻ പോയപ്പോൾ ദാവീദ് അവനെയും തോല്പിച്ചു. അവന്റെ വക 1000 രഥങ്ങളും 1700 കുതിരപ്പടയാളികളെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചെടുത്തു. രഥക്കുതിരകളിൽ 100 എണ്ണം മാത്രം സംരക്ഷിച്ചുകൊണ്ടു ശേഷം എല്ലാ കുതിരകളുടെയും കുതിഞരമ്പ് വെട്ടിക്കളഞ്ഞു. സോബാരാജാവായ ഹദദേസരിനെ സഹായിക്കുവാൻ ദമ്മേശെക്കിലെ അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 22,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശെക്കിലെ അരാമിൽ കാവൽ സൈന്യത്തെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തുവന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസരിന്റെ കാര്യാധികാരികൾ ഉണ്ടായിരുന്ന പൊൻപരിചകൾ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസരിന്റെ പട്ടണങ്ങളായ ബേത്തഹിൽ നിന്നും ബെരോദായിൽ നിന്നും ദാവീദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേസരിന്റെ സർവ്വസൈന്യത്തെയും തോല്പിച്ചു എന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനെ വന്ദനം ചെയ്യുവാനും അവൻ ഹദദേസരിനോട് യുദ്ധം ചെയ്ത് അവനെ തോല്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിക്കുവാനും തോയി തന്റെ മകൻ യോരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. യോരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. ദാവീദ് രാജാവ് ഇവയെ അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്യർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജനതകളുടെയും പക്കൽ നിന്നും രഹോബിന്റെ മകനായി സോബാരാജാവായ ഹദദേസരിന്റെ കൊള്ളയിൽ നിന്നും എടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടി യഹോവയ്ക്ക് സമർപ്പിച്ചു. പിന്നെ ദാവീദ് ഉപ്പു താഴ്വരയിൽ വെച്ച് 18,000 അരാമ്യരെ സംഹരിച്ചു മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. ദാവീദ് ഏദോമിലും സൈനിക പാളയത്തെ നിയമിച്ചു. ഏദോമിൽ എല്ലായിടത്തും അവൻ കാവൽ സൈന്യത്തെ പാർപ്പിച്ചു. ഏദോമ്യരെല്ലാവരും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തെല്ലാം യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ യിസ്രായേലിനെയും ഭരിച്ചു. ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയയുടെ മകൻ യോബാബ് സേനാധിപതിയും അഹീലൂദിന്റെ മകൻ യെഹോശാഫാത്ത് രാജകീയ ചരിത്രം എഴുതുന്നവനും ആയിരുന്നു. അഹീദൂബിന്റെ മകൻ സാദോക്കും അബ്യാഥാരിന്റെ മകൻ അഹീമേലെക്കും പുരോഹിതന്മാരും സെരായ പകർപ്പെഴുത്തുകാരനും ആയിരുന്നു. യഹോയാദായുടെ മകൻ ബെനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരുമായിരുന്നു.